എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും? ഇതിന് എന്തെങ്കിലും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ടോ ഇത് പഠിക്കാനായിട്ട്? ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ ആൻഡ് യു ആർ വാച്ചിങ് ആഷ് മൈ യൂട്യൂബ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ആ കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, ചിലവർ കേൾക്കാത്തവരും ഉണ്ടാവും. സോ ഇന്നത്തെ വീഡിയോയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ ഒരു സ്കില്ലിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്. സോ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഇത് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടാവും. പക്ഷേ ഇതിനകത്ത് നടക്കുന്നതെന്നുള്ളത് ചിലവർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡൗട്ടിലൊക്കെ ആയിരിക്കും, എനിക്കിത് പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരിത്. ചിലവർക്ക് ഇതിനെക്കുറിച്ച് അറിയേയില്ല, ചിലവരിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും കുറച്ച് പേര്. സോ കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, എന്താണ് ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ എടുക്കണോ വേണ്ടയോ, എനിക്ക് പറ്റുന്നതാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഡിസിഷനിലെത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ഒരു സ്കില്ലിനെ പറ്റി പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ചറിയാവുന്നത് കൊണ്ടാണ് ഈ ഒരു ഇത് ഞാൻ സെലക്ട് ചെയ്ത് ഇടുന്നത് കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം തന്നെ നമുക്ക് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് നോക്കാം. നിങ്ങൾ സാധാരണ മാർക്കറ്റിംഗ് എന്നുള്ള ഇത് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അവരുടെ സർവീസസോ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക. അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ചിലവർക്ക് പോസ്റ്റർ ഒട്ടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽ ബോർഡ് പോകുന്ന വഴി പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, പിന്നെ പത്രത്തിൽ കൊടുക്കും, അങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. അതൊക്കെ ട്രഡീഷണൽ വേസ് ആണ് മാർക്കറ്റിങ്ങിൻ്റെ. അതൊക്കെ പണ്ടത്തെ ഇതാണ്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയാസ്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് പരസ്യങ്ങൾ കാണാറില്ലേ? പിന്നെ എന്താണ്, മെയിൽ വഴി പരസ്യങ്ങൾ വരാറുണ്ട്. ഓരോ ബാങ്കിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. പിന്നെ എന്താ, സെർച്ച് എൻജിൻസ് യൂസ് ചെയ്തും നമ്മുടെ വെബ്സൈറ്റുകൾ നമ്മൾ ആരെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ആദ്യം അവരെ കാണിക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഈ ഡിജിറ്റൽ മാർക്കറ്ററാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിജിറ്റൽ മീഡിയാസ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റോ നമ്മുടെ സർവീസസോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളതിനേക്കാളും കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഒരു ബിൽ ബോർഡൊക്കെ വയ്ക്കണേന് ഒരുപാട് ചിലവാകും അല്ലേ? ആ ഒരു സ്ഥലത്തിന് നമ്മൾ വാടക കൊടുക്കണം, അവിടെ അത്രയും നാൾ വയ്ക്കണേന് പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ പോസ്റ്ററൊക്കെ ഒട്ടിക്കാനാണെങ്കിൽ പോസ്റ്റർ പ്രിൻ്റ് എടുക്കണം, അതെടുക്കണം. എന്നാൽ ഇതൊക്കെ എല്ലാവരും ഒട്ട് കാണുകയുമില്ല. ഈ ട്രഡീഷണൽ ബേസിൽ ഈ ബോർഡൊക്കെ വയ്ക്കുന്നവർ അതിലൂടെ ഓടി തിരക്കിട്ട് പോകുന്നവർ അതിലേക്ക് നോക്കുക പോലും ചിലപ്പോൾ ചെയ്യില്ല. കുറച്ച് പേരേ ചെയ്യുന്നുണ്ടാവുള്ളൂ. എന്നാൽ ആവശ്യക്കാരിലേക്ക് ചിലപ്പോൾ അത് എത്തുന്നും ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ കുറച്ച് ബൂമായിട്ട് നിൽക്കുന്നത്. കാരണം ഇത് നമുക്ക് വേണ്ട ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കുക. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച് ഇരുന്നിരുന്നായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ എന്തെങ്കിലും തിരഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും തൊപ്പിയോ ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും തിരഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഫുള്ള് അതിൻ്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും സജഷൻസും ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ വരുന്നത്. സോ അതൊക്കെ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് പരസ്യം ഇടുന്നതാണത്. അപ്പോൾ അതാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ചെയ്യുന്നത് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി കരിയറിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല ഭാഗത്തേക്ക് പോകാം. ഇതിൽ തന്നെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒന്നല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് തന്നെ വർക്ക് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ സോഷ്യൽ മീഡിയ, പിന്നെ ഈ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾ അതൊക്കെ നോക്കുന്നതായിട്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാനേജർ എന്നുള്ള ആ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിൻ്റെ അവരുടെ സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഒരു ബ്രാൻഡിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് പേജോ യൂട്യൂബോ അതൊക്കെ. എന്ന് വെച്ചാൽ അതിലൂടെയാണ് എല്ലാവരും ഇപ്പോൾ ബ്രാൻഡ് വളർത്തിയെടുക്കാൻ നോക്കുന്നത്. സോ അത് മാനേജ് ചെയ്യാനായിട്ട് ഒരാളെ ഇപ്പോൾ എല്ലാവരും വെക്കാറുണ്ട്. കസ്റ്റമറായിട്ട് എൻഗേജ് ചെയ്യുക, അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുക, പിന്നെ നല്ല നല്ല റീലുകൾ ക്രിയേറ്റ് ചെയ്യുക, നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക ആ പേജിന് വേണ്ടിയിട്ട്. പിന്നെ അത് നല്ല രീതിയിൽ റീച്ച് ആവാനായിട്ട് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സോഷ്യൽ മീഡിയ മാനേജറിൻ്റെ ഒരു ജോലി. അവരുടെ ബ്രാൻഡ് സോഷ്യൽ മീഡിയ വഴി വളർത്തിക്കൊടുക്കുക, അതാണ് അവരുടെ ഒരു ജോലി. അപ്പോൾ അതൊരു മേഖലയാണ്. പിന്നെ SEO സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ SEO എന്ന് വെച്ചാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ ഒരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ കൊച്ചി എന്നടിക്കുമ്പോൾ
ആദ്യം വരുന്നത് ഏതാണ്, അത് ആദ്യം വരുത്തിക്കാനായിട്ട് ആദ്യം വരുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. അത് ആദ്യം വരുത്തിക്കാനായിട്ട് അതിൻ്റെ പുറകിൽ കുറച്ച് ആൾക്കാരിരുന്ന് പണിതിട്ടുണ്ടാവും. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഈ SEO ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. നല്ല നല്ല കീവേഡ്സ് കൊടുക്കുക. സോ അപ്പോൾ ഈ ഒരു ആരൊക്കെ എന്തൊക്കെ ഇതിന് വേണ്ടി സെർച്ച് ചെയ്യും. ഇപ്പോൾ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ കൊച്ചി, അല്ലെങ്കിൽ ടോപ്പ് റെസ്റ്റോറൻറ്റ് ഇൻ കൊച്ചി, അങ്ങനെ ഒരുപാട് ടാഗുകളുണ്ട്. പലരും പല രീതിയിൽ സെർച്ച് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ വെബ്സൈറ്റ് SEO ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കണം. അതുമാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല കണ്ടൻസ് അതിനകത്ത് കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഇപ്പോൾ അങ്ങനെ SEO എന്നുള്ള ഒരു കരിയർ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കോണ്ടന്റ് മാർക്കറ്ററായിട്ട്, ഈ കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് മാറാൻ പറ്റും. പിന്നെ ഈ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇമെയിൽ വഴി ആൾക്കാരിലേക്ക് ഈ പരസ്യങ്ങൾ അയക്കുക എന്നുള്ളത്. സോ അങ്ങനെ എന്താ പറയുക, ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഇതിന്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്നുള്ള ആ ഒരു ഫീൽഡിലേക്ക് പോവാം. നിങ്ങൾ ഏതിലാണ് എക്സ്പേർട്ട് എന്നുള്ളതിലേക്ക് ആ ഫീൽഡിലേക്ക് പോവാം. എനിക്ക് തോന്നുന്നു SEOക്കാർക്കാണ് കുറച്ച് കൂടുതൽ എന്താ പറയുക സാലറി എന്ന് തോന്നുന്നു. എനിക്ക് ഉറപ്പൊന്നുമില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയാം. കാരണം അത് കുറച്ചും കൂടി പാടാണ്. നമ്മൾ ഓർഗാനിക്കായിട്ട് നമ്മുടെ സൈറ്റ് നമ്മൾ മുകളിൽ എത്തിക്കണം. സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം എത്തിക്കണം. പൈസയൊന്നും കൊടുക്കാണ്ടേ. അപ്പം നമ്മുടെ കഴിവ് പരമാവധി അതിനകത്ത് വരുത്തിക്കണം. ആരൊക്കെ എങ്ങനെയൊക്കെ സെർച്ച് ചെയ്യും എന്നുള്ളത്. സോ എനിക്ക് തോന്നുന്നു അതാണ് കുറച്ച് എന്താ പറയുക, കുറച്ചും കൂടി ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഫീൽഡെന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇത് എന്താ പറയുക, ഒരു ഫ്രീലാൻസിങ് ആയിട്ട് ചൂസ് ചെയ്യാം. നമുക്ക് എന്താ പറയുക, നിങ്ങളുടെ വേറെ ഫീൽഡിൽ നിങ്ങൾ ജോലിക്ക് പോകുന്നതിൻ്റെ കൂടെ നമുക്കിത് വേണമെങ്കിൽ കൂടെ കൊണ്ടുപോവാം. ഫ്രീലാൻസറായിട്ട് എന്താ പറയുക, ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നതായിട്ട് ഫ്രീലാൻസിങ് ആയിട്ടും നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. അതാണ് ഈ ഒരു ഫീൽഡിൻ്റെ ഒരു മെച്ചം. മിക്കവരും ഇങ്ങനെ എന്താ ട്രാവൽ ചെയ്തൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ കണ്ടിട്ടില്ലേ ചിലവർ. ഇങ്ങനത്തെയൊക്കെ ജോലികൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മിക്കവരും ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രീലാൻസിങ് ആയിട്ട് ഈ ഒരു ഫീൽഡിൽ നോക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഫീൽഡിന്. ഇനി അടുത്തത്, ഹൂ ഷുഡ് ടേക്ക് ദിസ് കോഴ്സ്. ഈ കോഴ്സ് നമുക്ക് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ ഇത് എന്താ പറയുക, ഒരു സ്റ്റുഡൻറ്റ്, നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പഠിക്കാൻ പറ്റും. കാരണം ഓൺലൈനായിട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഇൻറ്റേൺ ആയിട്ടൊക്കെ കയറാനൊക്കെ പറ്റും. സോ +2 യോഗ്യതയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് പഠിക്കാൻ പറ്റും കേട്ടോ. ഇതിനങ്ങനെ ഈ സ്കില്ല് പഠിക്കാൻ ഇത്ര വലിയ യോഗ്യതയൊന്നും വേണ്ട. പിന്നെ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. കോഡിങ്ങും കാര്യങ്ങളൊന്നും അറിയണ്ട. പഠിക്കാനിത് എളുപ്പമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയ അതിനോടൊക്കെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ ഇത്തിരി എളുപ്പമുള്ള ഒരു സ്കില്ലാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാകും അത് പഠിപ്പിക്കുന്നത്. സ്റ്റുഡൻസിന് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഓണറാണ്, സ്മോൾ ആയിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് പഠിക്കാം. കാരണം അവർക്ക് അവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണമെങ്കിൽ സ്വയമായിട്ട് അവർക്ക് ചെയ്യാം. ഇത് അറിയാവുന്നേ ഉള്ളൂ, നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വഴിയൊക്കെ ആഡ് കൊടുക്കാനും അതൊക്കെ സ്വയമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എന്തെങ്കിലും സ്മോൾ ബിസിനസ് ഓണേഴ്സിനൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഈ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതല്ല കേട്ടോ ഈ ആഡ് എന്ന് പറയുന്നത്. അല്ലാതെ ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫേസ്ബുക്ക് പേജ് വേണം. അതിലൂടെ ആഡ്സ് മാനേജർ എന്നുള്ളൊരു അക്കൗണ്ട് വേണം. അതിലൂടെയാണ് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഈ ഒരു നിങ്ങൾ കണ്ടിട്ടില്ലേ ഓരോ പരസ്യങ്ങൾ. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് വന്നിട്ടുണ്ട്, പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അപ്ലൈ നൗ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സ്റ്റോറീസൊക്കെ നോക്കുമ്പോഴേക്ക് വരാറില്ലേ. അതൊക്കെയാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ഈ എന്താ പറയുക പരസ്യങ്ങൾ വിടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ പറയുക ഒരു ചേഞ്ച് വേണം, വേറെ ഒരു കരിയറിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇത് പഠിച്ചിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് പഠിച്ചിട്ട് മാറാം. അങ്ങനെ മാറാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ മാറാനൊക്കെ പറ്റും. അത് ഒരുപാട് പേര് അതും ഓഫർ ചെയ്യുന്നുണ്ട്. ഈ കരിയർ ചേഞ്ചിന് വേണ്ടി ആവശ്യമുള്ളവർക്ക് ഇത് പഠിക്കാമെന്നുള്ളത്. പിന്നെ എനിക്കും തോന്നുന്നു മൊത്തത്തിൽ ഇതിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ എല്ലാം നമുക്ക് ഈ സോഷ്യൽ മീഡിയ എല്ലാം ഡിജിറ്റലി അല്ലേ. ഇപ്പോൾ ഇത് അറിഞ്ഞിരുന്ന ആർക്കെങ്കിലും ആരുടെയെങ്കിലും
ബിസിനസ്സിന് സഹായിക്കാം. വീട്ടിൽ ആർക്കെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സഹായിക്കാം. പരസ്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അങ്ങനെ സ്വയമായിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ. ഇപ്പം ഇതൊരു ജോലിയായിട്ട് തന്നെ കൊണ്ടുപോകണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ ജോലിക്ക് പോയിട്ട് വേണമെങ്കിൽ ഇത് സൈഡായിട്ട് വേണമെങ്കിൽ നോക്കാം. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. അവരുടെ സമയം ഇതൊക്കെ അനുസരിച്ചിരിക്കും. ചിലർക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്തൊക്കെയാണ് കുറച്ച് എന്താ പറയുക മൊഡ്യൂൾസ് ഉള്ളത്, എന്തൊക്കെയാണ് അതിനകത്ത് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ചെറിയൊരു രീതിയിൽ പറയാം. ഇതിൽ നമ്മൾ മെറ്റ ആഡ്സ് പഠിപ്പിക്കും. മെറ്റ ആഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇൻസ്റ്റ, ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഒരു തലയിലിരിക്കുന്ന എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊഡക്റ്റ്, മെറ്റയുടെ പ്രൊഡക്റ്റാണ് ഈ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ. സോ മെറ്റ ആഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ കാണുന്ന പരസ്യങ്ങളില്ലേ, അതൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് മെറ്റ ആഡ്സിൽ വരിക. അതൊക്കെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ മെറ്റ ആഡ്സ് ഒന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കട, ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് നിയർ മീ എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ് വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഗൂഗിൾ മൈ ബിസിനസ് വഴി ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നത് പഠിപ്പിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ വർക്കിംഗ് ടൈം ഇത്രയാണ്, പിന്നെ അവരുടെ മെനു കാര്യങ്ങൾ, പിന്നെ അവരുടെ കുറിച്ചുള്ള കാര്യങ്ങളും റിവ്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നത് അത് ഗൂഗിൾ മൈ ബിസിനസ് വഴി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കും. പിന്നെ ഗൂഗിൾ ആഡ്സ് പഠിപ്പിക്കും. ഗൂഗിൾ ആഡ്സ് വഴിയൊക്കെയാണ് ഈ നമ്മുടെ യൂട്യൂബിലും ഇതിലൊക്കെ പരസ്യങ്ങൾ വന്നു കണ്ടിട്ടില്ലേ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പരസ്യം വന്നു കണ്ടിട്ടില്ലേ. അപ്പോൾ അതൊക്കെ ഈ ഗൂഗിൾ ആഡ്സ് ഒക്കെ വഴി ചെയ്യുന്നതാണ്. അതപ്പോൾ നമ്മൾ അത് പേയ്മെൻറ്റ് വേണം. അതിന് പൈസ ഇട്ടിട്ടാണ് ഈ ഒരു ആഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഗൂഗിളിനോട് പറയും ഒരു ക്ലിക്കിന് എനിക്ക് ഇത്ര രൂപ തരാൻ പറ്റും, ഇപ്പോൾ 1 രൂപ ഞാൻ തരാം ഒരു ക്ലിക്കിന്. അപ്പോൾ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ഈ സ്പോൺസേർഡ് എന്നും പറഞ്ഞ് എഴുതി കാണിച്ച് വരാറില്ലേ ചില പരസ്യങ്ങൾ, സ്പോൺസേർഡ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ പൈസ കൊടുത്ത് അത് ചെയ്യിപ്പിച്ചേക്കുന്നതാണ് ഗൂഗിളിനോട്, അല്ല ഗൂഗിളിന് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ ഒരു ക്ലിക്കിന് പേപ്പർ ക്ലിക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പേപ്പർ ക്ലിക്ക്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിനോട് പറയാണ് ഞാൻ എന്താണ് ഒരു ക്ലിക്കിന് 1 രൂപ തരാം എന്നുള്ള രീതിയിൽ പറയും. ചിലവർ അവരുടെ അനുസരിച്ച് പൈസ മാറ്റിട്ടോ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഗൂഗിൾ ആഡ്സ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ SEO, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ എന്താ പറയുക ഒരു ബ്രാൻഡിൻ്റെ വെബ്സൈറ്റ് നമ്മൾ ഒരാൾ സെർച്ച് ചെയ്യാണ്, ബെസ്റ്റ് എന്താ പറയുക റെസ്റ്റോറൻറ്റ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം എൻ്റെ ബ്രാൻഡ് വരണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ഡിജിറ്റൽ മാർക്കറ്ററിനോട് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങേര് നമ്മുടെ സൈറ്റ് എടുത്തിട്ട് വേണ്ട ആവശ്യമായിട്ടുള്ള ടാഗ്സും ടൈറ്റിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നല്ല കണ്ടൻ്റൊക്കെ ആ സൈറ്റിൽ കൊടുത്ത് അങ്ങനെ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ അത് ആദ്യം എത്തുന്ന രീതിയിൽ ആക്കും. അതാണ് ഈ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഈ ടാഗും ആൾക്കാർ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് പൈസ കൊടുക്കണ്ട, പൈസ കൊടുക്കാണ്ട് ചെയ്യുന്നതാണ്. അത് പൈസ കൊടുക്കാണ്ട് മുകളിൽ എത്തിക്കുന്നതാണ് ഇത്തിരി കുറച്ച് പാട്. പിന്നെ വരുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് പഠിപ്പിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ബാങ്കുകളുടെയൊക്കെ ഇമെയിൽ വരുന്ന കാണാറില്ലേ, പുതിയ എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോയും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരും. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓരോ കമ്പനികൾക്ക് ഓരോ കസ്റ്റമേഴ്സിനും ഇങ്ങനെ മെയിൽ അയക്കാൻ പറ്റും ഓരോ ഓഫേഴ്സൊക്കെ വരുമ്പോൾ. അതാണ് ഈ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ എന്താ പറയുക ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതലും നമ്മളെന്താ ഒരുപാട് ആൾക്കാരിലേക്ക് ഞാൻ ഇന്ന സാധനം വിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ എത്തിക്കണം, പരസ്യങ്ങൾ കൊടുക്കണം. സോ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിഞ്ഞിരിക്കണം എന്ന് തോന്നുന്നു ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെയും ഒരുപാടുണ്ട് കേട്ടോ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഏകദേശം ഒരു എന്താ പറയുക പുറംചട്ട ഇന്നത്തെ എന്തുന്നാ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നേ എന്നുള്ളൊരു കാര്യമാണ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഇനി ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, ഞാൻ ആൻസർ തരാം, മറുപടി തരാം എനിക്ക് അറിയാവുന്ന ഇതിൽ. പിന്നെ ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും താഴെ കമൻറ്റ് ചെയ്യാം. എനിക്കറിയാവുന്ന ഞാൻ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. എന്താണ് ഇതിൽ നടക്കുന്നത്, എന്തെന്നാണ് ഇതിനകത്ത് നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്താൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് പറ്റും, എനിക്ക് ഇഷ്ടമാണ്, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്കിത് അറിയാൻ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. പഠിച്ചിരിക്കുന്നത് കൊണ്ട് എന്താ പറയുക നഷ്ടമൊന്നുമില്ല, നിങ്ങൾക്ക് നഷ്ടം ഒന്നും വരില്ല. പിന്നെ താല്പര്യമുള്ളവർ മാത്രം അതിലേക്കൊക്കെ പോയാൽ മതി. അപ്പോൾ ഇത് ആരെങ്കിലും നോക്കുന്നുണ്ട്, കുറേ പേര് ചോദിച്ചിരുന്നു കമൻസിൽ ഇതെന്താന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്.
ഇനി ആർക്കെങ്കിലും ഈ ഒരു ഫീൽഡിനെ പറ്റി ഒന്നും അറിയാത്തവരാർക്കെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരും നോക്കട്ടെ. പിന്നെ എന്താ പറയുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ റിപ്ലൈ തരാം. ഓക്കെ. ബൈ.